കേരളത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിച്ച കേരള സ്റ്റോറിക്ക് രണ്ടാം ഭാഗം വരികയാണ്. ഇനിയും ചിലത് പറയാതെ വയ്യ, ചിലത് പ്രതികരിക്കാതെ വയ്യ. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോയുമായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെ മോശമായ രീതിക്ക് കമൻറ്റ് ഇട്ടുകയും ഞാൻ അത് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു തട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള എൻ്റെ അമർഷമാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു വരുന്നവരുണ്ടാവാൻ സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ അത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കാം. കാരണം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സംസ്കാരം നിങ്ങൾക്ക് തന്നെ ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്ത് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം കേരള സ്റ്റോറിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയെ വളരെ പിടിച്ചു വെച്ചിട്ടൊക്കെ ബീഫ് കഴിപ്പിക്കുന്ന ഒരു സീനാണ്. ആ ഒരു സീന് കണ്ടിട്ട് സംവിധായകൻ കണ്ടത് ഇത്, മലയാളി കണ്ടത് ഇത്, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടത് ഇത് എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ ബീഫും പൊറാട്ടയും ആസ്വദിച്ച് കഴിക്കുന്ന നായകൻ്റെയും നായികയുടെയും സീനൊക്കെ വെച്ചിട്ടുള്ള പല ട്രോളുകളും ഞാൻ കാണുകയുണ്ടായിട്ടോ. അതുപോലെ കമൻറ്റ് ബോക്സിലൂടെയും വളരെ ഹാസ്യരൂപേണ പ്രതികരിക്കുന്ന മലയാളികളെയും ഞാൻ കണ്ടു. എനിക്ക് പറയാനുള്ളത് ഇതാണ്, എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. എൻ്റെ പൊന്നു മലയാളികളെ, നമ്മൾ ഈ കമൻറ്റിലൂടെയും അതുപോലെ റീൽസുകളിലൂടെയും മാത്രം പ്രതികരിച്ചാൽ മതിയോ? നിയമ നടപടി എടുക്കേണ്ടേ? നമ്മുടെ മുഖ്യമന്ത്രി എവിടെയാണ്? സംസ്ഥാനത്തിൻ്റെ പേരും വെച്ച് വളരെ മോശമായി സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗക്കാരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഫിലിം ഇറങ്ങിയിട്ടും സെൻസർ ബോർഡിനെതിരെയോ അല്ലെങ്കിൽ ആ സിനിമയ്ക്കെതിരെയോ സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ ഇവിടെ ന്യൂനപക്ഷത്തിനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിനെ ആക്രമിക്കുന്ന രീതിയിലോട്ട് ഇടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളതിനെ നിസ്സാരമായിട്ട് കണ്ടാൽ പോരാ. കാരണം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പതുക്കെ പതുക്കെ അതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂട്ടി വരികയാണ്. കാരണം ഇവരിങ്ങനെ ഡെയിലി ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ട് അവർക്കും തോന്നുകയാണ് നമ്മൾ എന്തൊക്കെയോ ആക്രമിക്കപ്പെടുകയാണ്, നമ്മൾ ഇരകളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കെതിരെ, നമ്മുടെ ഈ ഒരു സൗഹാർദ്ദത്തിനെതിരെ, ഈ മതസൗഹാർദ്ദത്തിനെതിരെ അവർ ആളുകളെ പടച്ചു വിടുകയാണ്. അപ്പോൾ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികൾ പോലും ഇതിൽ പെട്ടുപോയത് നമുക്കറിയാം അല്ലേ. വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇത്തരക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് വളരെ മോശമായ ഒരു ഇമാജിലോട്ട് മാറിപ്പോയ ഒരുപാട് വലിയ വ്യക്തികളെ തന്നെ നമുക്കറിയാം. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അവർ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിക്കും അല്ലേ. ഇതാണ് കേരളം. കേരളത്തിൽ ഇന്ന് വരെ സന്ദർശിക്കാത്ത നോർത്ത് ഇന്ത്യൻസ് വിചാരിക്കും ഇതാണ് കേരളം. കേരളത്തിൽ പറഞ്ഞാൽ ഹിന്ദുസിനെ ആക്രമിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ BJP വരാത്തത്. അവിടെ ഭൂരിപക്ഷമുള്ളത് തട്ടമിട്ട താടി വളർത്തിയ തൊപ്പി വെച്ച മുസ്ലിങ്ങളാണ്. അവർ അവിടെയുള്ള ഹിന്ദുക്കളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്, നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിനെ അവർ കേരളത്തെക്കുറിച്ച് അറിയാത്തവർക്കിടയിലോട്ട് കേരളത്തെ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിന് എത്രമാത്രം ദോഷം ചെയ്യും? നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ കുറവാണ്. കേരളം വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കേരളം പ്രതികരിക്കാതെ ഇരുന്നാൽ വല്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് കേരളം ചെന്നെത്താൻ പോകുന്നത്. കാരണം ഇവിടെ സീറ്റ് കിട്ടാത്തത് മൂലം കേരളം ഇന്ത്യയിൽ നിന്ന് അല്ലാത്തവരായി പോകുന്നില്ല. നമ്മളും ഇന്ത്യയുടെ ഭാഗമാണ്. ഇത് നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ സോളിനെ, ആ മതസൗഹാർദ്ദത്തോട് കൂടിയുള്ള ആ പീസ്ഫുൾ ആയിട്ടുള്ള സോളിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യനും അങ്ങനെ ഏത് മതക്കാരായിക്കോട്ടെ എല്ലാ മതക്കാരും ഇതിനൊറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ തീവ്ര ഹിന്ദുക്കൾ അല്ലെങ്കിൽ തീവ്ര മുസ്ലിങ്ങൾ അതിലുള്ള ആ വിശ്വാസികൾക്ക് തന്നെ ദോഷം ചെയ്യും. തീവ്രമായിട്ട് ബോംബ് ഇടുക, ആളുകളെ കൊല്ലുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ നമ്മൾ ഈ പാകിസ്ഥാൻ എല്ലാവരും അല്ല കേട്ടോ, പാകിസ്ഥാനിലുള്ള എല്ലാവരും അല്ല, അത്തരത്തിൽ ചിന്തിക്കുന്ന തീവ്രവാദികളിലെ മുസ്ലിം തീവ്രവാദികളും അതുപോലെ ഹിന്ദു തീവ്രവാദികളും, ഹിന്ദു തീവ്രവാദം വിളിച്ചു പറയുന്നവർ ഹിന്ദു വിശ്വാസികൾക്ക് എന്നും ദോഷമായിട്ടേ വരുള്ളൂ. കാരണം നാളെ അവർക്കെതിരെ, അതായത് അവർ തീവ്രമാവാത്തത് കൊണ്ട് അവരെ തീവ്രമാക്കുന്ന ആ തരത്തിലോട്ടുള്ള പ്രഷർ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും.
അപ്പോൾ തീവ്രവാദം, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, ആരായിക്കോട്ടെ, തീവ്രവാദം ആര് പറയുന്നോ അതിനെതിരെ വിശ്വാസികൾ അല്ലെങ്കിൽ മനുഷ്യർ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിലിംസിനെതിരെ ഇനിയും കേരള സംസ്ഥാന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റോ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ തന്നെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ തട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രതികരണമായിട്ട് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. കാരണം ഇതെൻ്റെ ഒരു മലയാളി എന്നുള്ള രീതിക്ക് എൻ്റെ കേരളം ഇങ്ങനെയല്ല, ഞാൻ കണ്ട കേരളം ഇങ്ങനെയല്ല. ഇവിടെ മതസൗഹാർദ്ദമുള്ള, സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുള്ള നാടാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി, ഇന്നും എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ വിളിച്ചു പറയുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരി ഒരു അമുസ്ലിമാണ്. അവളുടെ പേര് നീഷ്മ എന്നാണ് കേട്ടോ. അവൾ കാണുകയാണെങ്കിൽ അവൾ അടക്കമുള്ള ഹിന്ദു സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയാണോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ കേരളത്തിലുള്ള ജനങ്ങൾ? നിങ്ങൾ തന്നെ ഒന്ന് പ്രതികരിക്കൂ. കാരണം നമ്മുടെ കേരളത്തെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു ഇമേജ് പുറത്തോട്ട് പോകുന്നത്, അതും കേരള സംസ്ഥാനത്തിൻ്റെ പേര് വെച്ചുകൊണ്ട്. ഇനിയും ഇത് മൗനമായി നമ്മൾ നിസ്സാരമായി കാണേണ്ടതുണ്ടോ? നാളെ ഇതിനും വലിയ വലിയ അംഗീകാരങ്ങൾ കിട്ടും. കേരള സ്റ്റോറി 1 കിട്ടിയതുപോലെ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലോട്ട് ഇതിന് പലതര അവാർഡുകളും കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പലരും ഇത് വിശ്വസിക്കുകയും ചെയ്യും. പതിയെ പതിയെ നമ്മളിലോട്ടും ഈ ഒരു വൈറസ്, ഇങ്ങനെ മത തീവ്രത എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് നമ്മുടെ ഇടയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. എത്ര വിശ്വസിക്കാത്തവരും അതിനെ നിസാരമായി കണ്ടവരും ശരിയാണല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലോട്ട് പല കള്ളക്കഥകളും ഇതിലോട്ട് വരും. അതിനിടയ്ക്ക് എല്ലാ മതക്കാരുമായിട്ട് ഞാൻ പറയുന്നത്, ഈ മത തീവ്രവാദം ദയ വിചാരിച്ചിട്ട് നിങ്ങൾ പറയാതിരിക്കുക. ഇവിടെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ അത് വല്ലാണ്ട് ദോഷം ചെയ്യും. അവരെ കുറിച്ച് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു നാടിൻ്റെ സോളിനെ തിരിച്ചേൽപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.